ഹായ് ഡെവലപ്പർ, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഫ്ലട്ടറിൽ എങ്ങനെ നമുക്ക് കസ്റ്റമായിട്ടുള്ള ഐക്കൺസ് യൂസ് ചെയ്യാം എന്ന് കാണിക്കുന്നൊരു വീഡിയോ ആണ്. അതായത് നമ്മുടെ പ്രൊജക്റ്റിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഐക്കൺസ് നമ്മുടേതായിട്ടുള്ള തരത്തിലുള്ള ഐക്കൺസ് എങ്ങനെ ഷോ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ അതിനായിട്ട് പ്രത്യേകിച്ച് പാക്കേജസോ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യേണ്ടതില്ല. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ഫ്ലട്ടർ കസ്റ്റം ഐക്കൺസ് എന്ന് സെർച്ച് ചെയ്യുക. അതിന് അപ്പോൾ അവിടെ ഒരു ഫ്ലട്ടർ കസ്റ്റം ഐക്കൺസ് ജനറേറ്റർ എന്ന് പറഞ്ഞൊരു വെബ് ആപ്ലിക്കേഷൻ ഉണ്ടാവും. അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരുപാട് മെറ്റീരിയൽ ഡിസൈൻ ഐക്കൺസ്, പിന്നെ ഇങ്ങനെയുള്ള പല ടൈപ്പ് ഫോണ്ടോസം ഐക്കൺസ്, അങ്ങനെയുള്ള പല ഐക്കൺസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മുടെ ഫ്ലട്ടർ ഫ്രെയിം വർക്കിൽ മെറ്റീരിയൽ ഡിസൈൻ ഐക്കൺസും കൂപ്പർട്ടിനോ ഡിസൈൻ ഐക്കൺസും അവൈലബിൾ ആയിരിക്കും. ഇതല്ലാതെ അതിൽ ഉൾപ്പെടുത്താത്ത ഐക്കൺസ് നമുക്ക് ഇവിടുന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ പാക്കേജസ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഈ പാക്കേജസൊക്കെ കയറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരുപാട് ആപ്പ് സൈസ് കൂടാനുള്ള ചാൻസസ് ഉണ്ടാവും. അപ്പോൾ അത് കൂടാതെ നമുക്ക് അതിലുള്ള എല്ലാ ഐക്കൺസും ആവശ്യവും വരില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഉള്ള ഐക്കൺസ് മാത്രമായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. അത് എങ്ങനെ ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 2-3 ഐക്കൺസ് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. അതിനായിട്ട് ഞാനൊരു ഹോം സെർച്ച് ചെയ്യുന്നു. ഒരു ഹോം ഐക്കൺ നമുക്ക് വേണം. മെറ്റീരിയൽ ഡിസൈൻ ഐക്കൺസിൽ ഈ ഒരു ഹോം നമുക്ക് അവൈലബിൾ ആയിരിക്കും. നമുക്കൊരു ഫോണ്ടോസമിൽ ഇങ്ങനൊരു ഐക്കൺ ഞാൻ ചൂസ് ചെയ്തു. ഇനി നമുക്ക് ഒരു പ്രൊഫൈലിൻ്റെ ഒരു ഐക്കൺ വേണം. അപ്പോൾ ഞാൻ പ്രൊഫൈലിന് സെർച്ച് ചെയ്യാണ്. അപ്പോൾ നമുക്ക് പല ടൈപ്പ് പ്രൊഫൈലിൻ്റെ ഐക്കൺസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഐക്കൺ ഇവിടുന്ന് ചൂസ് ചെയ്തു. ഇപ്പോൾ ഡൗൺലോഡിന് അവിടെ 2 ഐക്കൺസ് ആയിട്ടുണ്ട്. ഇനി എനിക്ക് വേണ്ടത് ഒരു കാറ്റഗറി ഐക്കൺസ് ആണ്. അപ്പോൾ ഞാൻ കാറ്റഗറിന്ന് ഞാൻ സെർച്ച് ചെയ്യാണ്. അപ്പോൾ ഇവിടെ കാറ്റഗറിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് പല ഐക്കൺസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഐക്കൺ ചൂസ് ചെയ്തു. ഇനി എനിക്ക് വേണ്ടത് സെറ്റിങ്സിൻ്റെ ഒരു ഐക്കണാണ്. ഞാൻ സെറ്റിങ്സ് സെർച്ച് ചെയ്തു. അപ്പോൾ അതവിടെ പല ടൈപ്പ് സെറ്റിങ്സിൻ്റെ ഐക്കൺസ് വന്നിട്ടുണ്ട്. ഞാൻ ഈ ഐക്കൺ ചൂസ് ചെയ്യാണ്. ഇത് നോക്കിക്കോ, ഇത് നമ്മുടെ മെറ്റീരിയൽ ഡിസൈനിൽ അവൈലബിൾ അല്ലാത്ത ഐക്കണാണ് ഞാൻ ഇവിടുന്ന് ചൂസ് ചെയ്യുന്നത്. ഇനി സോഷ്യൽ മീഡിയേൻ്റെ എന്തെങ്കിലും ഐക്കൺസ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കണേ. ഞാൻ ഫേസ്ബുക്ക്. ഓക്കെ, മെറ്റീരിയൽ ഒന്നുമില്ല സോഷ്യലിലുള്ള. അപ്പോൾ ഇവിടെ ഇത്രയും ഐക്കൺസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. എനിക്ക് എന്തൊക്കെ വേണം? ഞാനൊരു ഗിറ്റബ് സെലക്ട് ചെയ്യുന്നു. പിന്നെ ഒരു ഫേസ്ബുക്ക് സെലക്ട് ചെയ്യുന്നു. ഒരു ലിങ്ക്ഡിൻ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, തൽക്കാലം ഞാൻ ഇത്രയും ഐക്കൺസ് ഞാൻ അവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നു. ഇത്രയും ഐക്കൺസ് ആകെ എനിക്ക് ആവശ്യമുള്ളൂ എന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി ഇത് ഡൗൺലോഡ് ചെയ്യുക. ഇനി നമ്മുടെ പ്രൊജക്റ്റിലേക്ക് വന്നതിന് ശേഷം ഇപ്പോൾ ഡൗൺലോഡായ ഫയൽ നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക. അതിനായിട്ട് ഞാൻ അസറ്റ്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്. ഈ അസറ്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ അസറ്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡർ ഞാനൊന്ന് റിവീൽ ഇൻ ഫൈൻഡർ കൊടുത്ത് ഓപ്പൺ ചെയ്യുന്നു. അതിന് ശേഷം നമ്മുടെ ഡൗൺലോഡായ സിപ്പ് ഫയൽ ഇവിടെ അവൈലബിൾ ആയിരിക്കും. അതിനെ ഒന്ന് എക്സ്ട്രാക്ട് ചെയ്യുക. എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ഒരു കോൺഫിഗറേഷൻ ഫയലും ഫോണ്ട് ഫയലും ഒരു മൈ ഫ്ലട്ടർ ഐക്കൺസ് .dart എന്ന് പറഞ്ഞൊരു ഫയലും ഉണ്ടാവും. ഇനി ഈ ഫോൺസ് ഇതിലായിരിക്കും, ഈ TTF ഫയൽസിലായിരിക്കും നമ്മുടെ ഐക്കൺസ് എല്ലാം ഉണ്ടായിരിക്കുക. പിന്നെ ഇത് കോൺഫിഗറേഷൻ ഫയലും ഇത് നമ്മുടെ ഒരു ഡാർട്ട് ഫയലുമാണ്. അപ്പോൾ ഈ ഡാർട്ട് ഫയൽ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഈ ഡാർട്ട് ഫയലിലാണ് നമുക്ക് നമ്മുടെ ഇത് ഫ്ലട്ടർ പ്രോജക്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഡീറ്റെയിൽസൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. മൈ ഫ്ലട്ടർ ആപ്പ് എന്ന് പറഞ്ഞൊരു ക്ലാസ്സിലാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇത് ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് ഇത് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാം. അല്ലെങ്കിൽ തൽക്കാലത്തേന് ഒരു ഫയലൊക്കെ ഉണ്ടാക്കി അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതിന് വരെ ഞാൻ പെട്ടെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ തന്നെ ഞാനൊന്ന് പേസ്റ്റ് ചെയ്യാണ്.
ഓക്കെ, ഞാൻ ഇതിൻ്റെ അണ്ടറിലായിട്ട് പേസ്റ്റ് ചെയ്തു. നമ്മുടെ സാധാ കൗണ്ടർ ആപ്പ് തന്നെയാണ്. ഇനി നമുക്ക് ഈ pubspec.yaml ഫയലിൽ പോയിട്ട് ഈ ഫോൺസിൻ്റെ സെക്ഷനിൽ നമുക്ക് ഈ ഫയലിൻ്റെ കോൺഫിഗറേഷൻ ആഡ് ചെയ്യാനുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട്. അതായത് ഈ അസറ്റ്സ് ഫയലിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തല്ലോ, ഇതിനകത്ത് ഞാനൊരു ഐക്കൺസ് എന്ന് പറഞ്ഞൊരു ഫയലും കൂടെ ക്രിയേറ്റ് ചെയ്യുന്നു. അത് ഞാൻ റിവീൽ ഇൻ എക്സ്പ്ലോറർ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഫൈൻഡർ കൊടുക്കുന്നു. അതിനുശേഷം ഡൗൺലോഡ്സിൽ പോയിട്ട് ആ എക്സ്ട്രാക്റ്റ് ചെയ്ത ഫയലിൽ നിന്ന് ഫോൺസ് എന്ന് പറഞ്ഞ ഫയലിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ മൈ ഫ്ലട്ടർ ആപ്പ് .ttf എന്ന് പറഞ്ഞ ഫയൽ ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഐക്കൺസ് എന്ന് പറഞ്ഞ ഫയലിൻ്റെ ഉള്ളിൽ ഞാനത് പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇത് പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഈ പാത്ത് നമ്മുടെ pubspec.yaml ഫയലിൽ നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് pubspec.yaml ഫയലിലേക്ക് വരിക. ഈ ഫോൺസ് എന്നുള്ള സെക്ഷൻ്റെ അണ്ടറിലായിട്ട് നമുക്കിത് പേസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ കുറച്ച് ഡിഫോൾട്ടായിട്ട് കുറച്ച് ഫോൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ റിമൂവ് ചെയ്യുക. ഇതുണ്ടോ, ഈ അസറ്റ് എന്ന് പറഞ്ഞ പാത്തിൻ്റെ ഇവിടെ നമ്മുടെ പാത്ത് റീപ്ലേസ് ചെയ്യുക. അതിനുശേഷം ഫാമിലി എന്നുള്ളത് ഞാൻ മൈ ഫ്ലട്ടർ ആപ്പ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അപ്പോൾ ഇത്രയും ചെയ്യുക. ഇത്രയും ചെയ്തതിന് ശേഷം ഈ അസറ്റ്സ് എന്നുള്ള ഇതൊന്ന് അൺകമൻറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ഐക്കൺസിൻ്റെ പാത്തും കൂടെ ഒന്ന് നമ്മളിവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുക. കോപ്പി റിലേറ്റീവ് പാത്ത് കൊടുത്തിട്ട് അൺകമൻറ്റ് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഐക്കൺസിന് ലാസ്റ്റ് ഒരു സ്ലാഷും കൂടെ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ പ്രൊജക്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ കൗണ്ടർ ആപ്പ് റണ്ണായിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ UI ഒന്ന് മൈ ഹോം പേജ് എന്നുള്ള ഈ ഒരു കൗണ്ടർ ആപ്ലിക്കേഷൻ ഞാൻ റീപ്ലേസ് ചെയ്യാൻ പോവാണ്. അത് അൺകമൻറ്റ് ചെയ്തിട്ട് ഞാനൊരു സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് ഉണ്ടാക്കുന്നു. മൈ ഫോണ്ട് സ്ക്രീനിന്ന് ഹെഡിങ് കൊടുക്കുന്നു. ചുമ്മാ കുറച്ച് റാൻഡം ടെക്സ്റ്റൊക്കെ ആഡ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ അത് പേസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ ഏത് ആർക്കിടെക്ചറാണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഫയൽസ് ക്രിയേറ്റ് ചെയ്യുക, ഫയൽസ് കീപ്പ് ചെയ്യുക. ഇത് ഞാൻ എക്സാമ്പിളായിട്ട് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു രീതിക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഐക്കൺസിനെ ഇങ്ങോട്ട് ഷോ ചെയ്യാം. അപ്പം ഞാൻ ഇതെല്ലാം മാറ്റിയിട്ട് ഒരു ഐക്കൺ ക്രിയേറ്റ് ചെയ്യുന്നു. സാധാ നമ്മുടെ മെറ്റീരിയൽ ആപ്പിലുള്ള ഐക്കൺസിനെ ഒരെണ്ണത്തിനെ അവിടെ ഷോ ചെയ്യുകയാണ്. ഐക്കൺസ് ഡോട്ട് അടിക്കുമ്പോൾ നമ്മുടെ ഈ സാധാ ഐക്കൺസൊക്കെ വരും. ഇനി നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഈ മൈ ഫ്ലട്ടർ ആപ്പ് എന്നുള്ള ഇതിൻ്റെ ഉള്ളിലുള്ള നമ്മൾ ഡൗൺലോഡ് ചെയ്ത യൂസർ ടാഗ്സ് ഇങ്ങനെ പറഞ്ഞ ഈ ഐക്കൺസിനെ നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാമെന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഈ ഐക്കൺ എന്നുള്ള ഈ ക്ലാസ്സിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ എന്താണ് ഈ ക്ലാസ്സിന് പേരെടുത്ത് നോക്കാം. മൈ ഫ്ലട്ടർ ആപ്പ് എന്നാണ് ഇവിടെ പേരെടുത്തത്. അവിടെ മൈ ഫ്ലട്ടർ ആപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഡോട്ട് ക്ലിക്ക് ചെയ്യുക. കണ്ടോ, നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽസൊക്കെ അവിടെ ലിസ്റ്റ് ആയിട്ടുണ്ട്. ഇതുണ്ടോ, ഫേസ്ബുക്ക്, ഗിറ്റബ് എല്ലാം ലിസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്ന് ആഡ് ചെയ്ത് നോക്കാം വർക്കിംഗ് ആണോ. കണ്ടോ, ഫേസ്ബുക്കിൻ്റെ ഐക്കൺ വന്നിട്ടുണ്ട്. ഫേസ്ബുക്ക്, പിന്നെ എന്തൊക്കെയാ, ഗിറ്റബ്, ഹോം, ലിങ്ക്ഡിൻ, ടാഗ്സ്, യൂസർ, പിന്നെ എന്തൊക്കെയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തു. ഓക്കെ, ഇത്രേ ഉള്ളൂ അല്ലേ. ഇത്ര ഐക്കൺസാണ്. സേവ് ചെയ്ത് നോക്കാം. യെസ്, നമ്മുടെ എല്ലാ ഐക്കൺസും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. ഇത് നമുക്ക് നമ്മുടെ സാധാ മെറ്റീരിയൽ ആപ്പ് ഐക്കൺസിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ നമുക്ക് ഇതും കസ്റ്റമൈസ് ചെയ്യാം. ഇതിൻ്റെ കളർ നമുക്ക് മാറ്റാൻ പറ്റും.
നമുക്ക് ഇതിൻ്റെ സൈസും എല്ലാം നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റും, എല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. എല്ലാം നമുക്കിവിടെ നമ്മുടെ സാധാ മെറ്റീരിയൽ ആപ്പിൽ കിട്ടുന്ന ഐക്കൺസ് പോലെ തന്നെ കസ്റ്റമൈസ് ചെയ്യാം. ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഐക്കൺ ജനറേറ്റർ എന്ന് പറഞ്ഞ ഈ ഒരു ആപ്പ് യൂസ് ചെയ്ത് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്യാം. നമുക്ക് ഇപ്പോൾ ഒരു ഐക്കൺ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തു, ഫിഗ്മയിലൊക്കെ ക്രിയേറ്റ് ചെയ്തു. ആ ഫിഗ്മയിൽ ക്രിയേറ്റ് ചെയ്ത ഐക്കൺ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്ലട്ടർ ഐക്കണായിട്ട് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഫിഗ്മയിൽ ക്രിയേറ്റ് ചെയ്ത ഐക്കണെ SVG ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്യുക. അതിന് ഇവിടെ കൊണ്ടുവന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു ആപ്പ് അതിനെ നമ്മളെ ഫ്ലട്ടറിൻ്റെ ഐക്കണായിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിന് ശേഷമുള്ള സ്റ്റെപ്സ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തു, അതേപോലെ തന്നെ ചെയ്താൽ മതി. പിന്നെ ഇതൊക്കെ അതിൻ്റേതായിട്ടുള്ള ഫയലുകളിൽ നിങ്ങൾ കീപ്പ് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, നിങ്ങളുടെ പ്രൊജക്റ്റിലൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു.